ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ ഒരു ദോശ പരിചയപ്പെടുത്താം. ഇതാ കണ്ടോ, നല്ല ക്രിസ്പിയായ നല്ല ദോശയാണിത്. എന്നാൽ ഇത് അരി കൊണ്ടുണ്ടാക്കിയ ദോശയല്ല. പിന്നെ ഇത് എന്തുകൊണ്ടുണ്ടാക്കിയ ദോശയാണെന്ന് അറിയണ്ടേ? നല്ല സൂപ്പർ മാവാണ് ഇത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ കിട്ടുക. അപ്പോൾ ഈ മാവ് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത അരിയാണ് വരക് അരി എന്ന് പറയും. കൂവരക്, കോഡോ മില്ലറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു അരിയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചെറുധാന്യങ്ങളിൽ പെടുന്നതാണ്. നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതുമാണ്. ഈ കോഡോ മില്ലറ്റ് പോളിഷ്ഡ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് വെളുത്തിരിക്കുന്നത്. അധികം പോളിഷ്ഡ് അല്ലാത്ത തവിടോട് കൂടിയ കോഡോ മില്ലറ്റാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കൂവരക് ഇട്ട് കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കണം. കോഡോ മില്ലറ്റ് 2-3 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം കേട്ടോ. ഇത് കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കളറ് തന്നെ നമുക്ക് വ്യത്യാസപ്പെടുന്നത് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തെളിയണം. അതുവരെ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം സാധാരണ അരി വെള്ളത്തിലിട്ട് വെക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഇത് കുതിരാൻ വെക്കണം. വേറൊരു പാത്രത്തിലെടുത്ത ഉഴുന്നും ഉലുവയും ഇതേപോലെ തന്നെ കഴുകിയിട്ട് വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കാം. മിനിമം 6 മണിക്കൂർ നേരം ഇത് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. ഇത് കുതിരാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. കൂവരക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കുതിർത്തിയിട്ട വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൂവരക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പകർത്തി വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് പകുതി അരവാകുമ്പോൾ അതിലേക്ക് കുതിർത്തി വെച്ച ഉഴുന്നും ഉലുവയും ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കണം. നല്ല ഫൈനായിട്ട് അരച്ചതിന് ശേഷം ഈ മാവ് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇതിൽ ചോറോ അവിലോ അങ്ങനെ യാതൊന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ദോശമാവ് ആയതുകൊണ്ട് തന്നെ മാവ് കുറച്ച് ലൂസായിട്ടിരിക്കണം. അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വയ്ക്കാം. മിനിമം 8 മണിക്കൂറെങ്കിലും എടുക്കും ഈ മാവൊന്ന് പൊങ്ങി വരാൻ. അതിപ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് ചിലപ്പോൾ 10 മണിക്കൂറോ 12 മണിക്കൂറോ ഒക്കെ എടുത്തുനിന്ന് വരാം. സാധാരണ നമ്മുടെ അരിമാവ് പുളിച്ച് പൊങ്ങുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ രാത്രിയിലാണ് ഈ മാവ് തയ്യാറാക്കി വെക്കുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിറ്റേ ദിവസം രാവിലെ ഞാനിത് തുറന്നു നോക്കി. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കി നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ മാവ് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് മാവാണ്. മാവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതുകൊണ്ട് ദോശ ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഇതിൽ ഇന്നലെ മാവ് കലക്കി വയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് മറക്കാതെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു തവ അടുപ്പത്ത് വയ്ക്കാം. സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഒരു കയ്യിൽ മാവെടുത്ത് തവയിലൊഴിക്കുക. എന്നിട്ട് നമുക്ക് ദോശ എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് അത് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത ദോശ ഒരു ഭാഗം വെന്തു എന്ന് തോന്നുമ്പോൾ മറുഭാഗം മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും വേണമെങ്കിൽ തൂവി കൊടുക്കാം. ഒന്നും തൂവി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 2 വശവും മൊരിഞ്ഞതിന് ശേഷം ഇത് തവയിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് നല്ല ടേസ്റ്റിയായ നല്ല ക്രിസ്പിയായ അരിദോശ പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന കൂവരക് ദോശ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും കമൻറ്റും തരണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടാവണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.